വെൽക്കം ബാക്ക് ടു എജ്യുവാല 2.0. +2 ഇക്കണോമിക്സിലെ 26-ാം തീയതി വരുന്ന നമ്മുടെ എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ഇതിൽ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അതുപോലെ പ്രോബ്ലംസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ വീഡിയോസും ഒരേ ടോപ്പിക്കാണ് വെച്ചെങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. സോ പ്രോബ്ലംസ് മാത്രമായിട്ടൊന്നൊരു വീഡിയോ വരും, 8 മാർക്ക് ക്വസ്റ്റ്യൻസ് മാത്രമായിട്ടൊന്നൊരു വീഡിയോ വരും. അതൊന്നും പോരാതെ 2 മാർക്കിനും 3 മാർക്സിനും 5 മാർക്സിനും മാച്ച് ദ ഫോളോയിങ് ആയും 1 മാർക്കായും എല്ലാം നമുക്ക് ചോദിക്കാവുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ മാക്രോ എക്കണോമിക്സിൽ നിന്നും മൈക്രോ എക്കണോമിക്സിൽ നിന്നും എല്ലാതും നമ്മൾ എടുത്തിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഒരു അബൌട്ട് 20-25 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും. നമുക്ക് എത്രത്തോളം മാർക്ക് കിട്ടും, ഇനി പാസ്സാവണം എന്നുള്ളവർക്ക് ഇത് മതി. കാരണം ഈ ഒരു ടോപ്പിക്കോളം അത്യാവശ്യം പാസ് മാർക്കിനുള്ളതുണ്ട്. ദെൻ നമ്മളെ പ്രോബ്ലംസുകളിൽ കുറച്ച് പ്രോബ്ലംസൊക്കെ നോക്കിയാൽ നല്ല രീതിയിൽ ഡബിൾ പാസ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഓരോ ക്വസ്റ്റ്യൻസും എന്താണെന്ന്. ഏറ്റവും ആദ്യമായിട്ട് മിസ് എടുത്തിരിക്കുന്നത് മൈക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കോണമിയാണ്. 3 പ്രോബ്ലംസ് ആണുള്ളത്. വാട്ട് യു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ആൻഡ് ഹും ടു പ്രൊഡ്യൂസ്. വാട്ട് യു പ്രൊഡ്യൂസിൽ ഏത് ഗുഡ്സ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്, പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ലക്ഷറി ഗുഡ്സ് ആണോ അല്ലെങ്കിൽ കൺസ്യൂമർ ഗുഡ്സ് ആണോ ക്യാപിറ്റൽ ഗുഡ്സ് ആണോ എന്ന ഡിസിഷനാണ് അവിടെ എഴുതേണ്ടത്. ഹൗ ടു പ്രൊഡ്യൂസ് നമുക്ക് എങ്ങനെ നിർമ്മിക്കാം, ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് യൂസ് ചെയ്യണോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക് യൂസ് ചെയ്യണോ. ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ വേജസും എംപ്ലോയീസും ഉണ്ടാവും. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ കൂടുതൽ കാശ് വേണ്ടി വരും. ദെൻ ഫോർ ഹും ടു പ്രൊഡ്യൂസ്, ആർക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാം. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഇവിടെ വരേണ്ടത് ഹും ടു പ്രൊഡ്യൂസിൽ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, അതേപോലെ തന്നെ നമ്മൾ സെക്ടേഴ്സ് ഓഫ് എൻ ഇക്കോണമി എല്ലാം നമുക്കതിൽ എഴുതാം. അപ്പം 3 പ്രോബ്ലംസ് ആണുള്ളത്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഹും ടു പ്രൊഡ്യൂസ്. ആൻഡ് പിന്നീട് നിങ്ങൾ പഠിക്കേണ്ട ഒരു 1 വേർഡ് ആണ് ഇക്കണോമിക്സ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് എക്കണോമിയ വിച്ച് മീൻസ് ഹൗസ് ഹോൾഡ് മാനേജ്മെൻറ്റ്. ആദം സ്മിത്ത് ആണ് മോഡേൺ ഇക്കണോമിക്സിൻ്റെ ഫാദർ എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ദെൻ മൈക്രോയും മാക്രോയും തമ്മിലുള്ള ഡിഫറൻസ് അറിഞ്ഞിരിക്കണം. മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ പാർട്ടാണ് സ്റ്റഡി ചെയ്യുന്നത്. മാക്രോ എക്കണോമിക്സ് എക്കണോമി ആസ് എ ഹോൾ. അപ്പോൾ എക്കണോമിയിലെ ഒരു ഇൻഡിവിജ്വൽ പാർട്ടാണ് മൈക്രോ എക്കണോമിക്സ് സ്റ്റഡി ചെയ്യുന്നത്. മാക്രോ എക്കണോമിക്സ് ആസ് എ ഹോൾ ആണ്. ഇത് ഇൻഡിവിജ്വലി സ്റ്റഡിയാണ്, ഇത് അഗ്രിഗേറ്റ് സ്റ്റഡിയാണ്, പ്രൈസ് തിയറിയാണ്, ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് തിയറിയാണ്. വേംസ് ഐ വ്യൂ പോയിന്റ് ആണ് മൈക്രോ എക്കണോമിക്സ് സ്റ്റഡി ചെയ്യുക. ഇത് ബേർഡ്സ് ഐ വ്യൂ ആണ്. ദെൻ നമുക്ക് എക്സാമ്പിൾ എഴുതാം. സ്റ്റഡി ഓഫ് എ കൺസ്യൂമർ, പ്രൊഡ്യൂസർ, മാർക്കറ്റ്, ഇതൊക്കെ ഇൻഡിവിജ്വൽ ആണ് അല്ലേ. ദെൻ GDP, നാഷണൽ ഇൻകം, RBI പോളിസി, അതൊന്നൊക്കെ പറയുമ്പോൾ നാഷണൽ ലെവലിലെ അഗ്രിഗേറ്റ് ഇക്കോണമീനെ ബാധിക്കുന്ന ഏജൻറ്റുകളാണ്. ഓക്കെ, ദെൻ പിന്നീട് പഠിക്കേണ്ടത് ഇൻഡിഫറൻസ് കർവും അതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. ഇൻഡിഫറൻസ് കർവ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ കിട്ടണം. എല്ലാ സ്റ്റുഡൻസിനും വരയ്ക്കാൻ മാത്രമേ ചിലപ്പോൾ അറിയുണ്ടാവുള്ളൂ, അപ്പോൾ നമുക്ക് എഴുതാനും കിട്ടണം. ഇറ്റ് ഈസ് ദ ലോക്കസ് പോയിന്റ് ഓഫ് ഓൾ കോമ്പിനേഷൻ ഓഫ് 2 commodities which give same level satisfaction of consumer. ഒരു കൺസ്യൂമറിന് സെയിം ലെവൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാവുന്ന 2 ഗുഡ്സുകൾ തമ്മിലുള്ള പോയിന്റുകളെ കൂട്ടി യോജിപ്പിച്ച് വരുന്ന ഒരു കർവാണ് ഇൻഡിഫറൻസ് കർവ്. ഇത് കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്. പിന്നെ ഹയ്യർ ഇൻഡിഫറൻസ് കർവാണ് ഹയ്യർ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. ഇവിടെ ഇപ്പോൾ IC3 ആണ് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടാവുക. ദെൻ ദേ ഡു നോട്ട് ഇൻ്റർസെക്ട് ഈച്ച് അതർ, അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടുന്നില്ല. നെഗറ്റീവ് സ്ലോപ്പാണുള്ളത്. ദെൻ കളക്ഷൻ ഓഫ് ഇൻഡിഫറൻസ് കർവ് ഈസ് നോൺ ആസ് ഇൻഡിഫറൻസ് മാപ്പ്. ഓക്കെ, ഇൻഡിഫറൻസ് മാപ്പ് ഈ ഒരു പോയിന്റ് കൂടി നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഇൻഡിഫറൻസ് മാപ്പ് എന്ന് നമ്മളതിനെ വിളിക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ലോ ഓഫ് ഡിമാൻഡും അതുപോലെ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും 4 മാർക്കിന് ചോദിക്കാറുണ്ട്. ലോ ഓഫ് ഡിമാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡിമാൻഡ് എന്ന് വെച്ചാൽ ഡിസയർ ആണ്. ദ ഗ്രേറ്റ് ഡിസയർ, വില്ലിങ്നെസ് ടു പേ, കാപ്പബിൾ ഓഫ് എ കൺസ്യൂമർ എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റാണ് ഡിമാൻഡ്. ഡിമാൻഡിലെ ലോ എന്ന് പറയുന്നത് ആസ് പ്രൈസ് ഇൻക്രീസസ് ഡിമാൻഡ് ഡിക്രീസസ്, പ്രൈസ് decreases demand increases, there is an inverse relationship or negative relationship between price and demand. Other things are being equal, അതായത് ബാക്കിയുള്ളതെല്ലാം ഈക്വൽ ആയിരിക്കണം. ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്, ലോ ഓഫ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് പ്രൈസ് ഓഫ് ദി ഗുഡ്സ്, ഇൻകം ഓഫ് ദി കൺസ്യൂമേഴ്സ്, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് കൺസ്യൂമർ, പോപ്പുലേഷൻ, ടാക്സ് റേറ്റ്, ക്ലൈമറ്റ്. അല്ലെ, മഴക്കാലത്തൊക്കെ ഐസ്ക്രീമിനൊന്നും ഒരു ഡിമാൻഡും ഉണ്ടാവില്ല, ചൂടുകാലത്തായിരിക്കും ഡിമാൻഡ്. അപ്പോൾ ക്ലൈമറ്റ് മനസ്സിലായല്ലോ.
ടാക്സ് റേറ്റ്, നല്ല ടാക്സ് റേറ്റ് കൂടും തോറും ഡിമാൻഡ് കുറയും. കാരണം എന്താ, ടാക്സ് കൂടുമ്പോൾ പ്രൈസ് കൂടും. ദെൻ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും അല്ലേ, ഇത് പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആയിരിക്കും. ദെൻ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് കുറയും. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് കൂടും. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, അതർ റിലേറ്റഡ് ഗുഡ്സിൻ്റെ ഇപ്പോൾ ടീ ഓർ കോഫിയുടെ വാല്യൂ വില കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യും, കോഫി പോയി വാങ്ങും. അപ്പോൾ ടീ പൗഡറിൻ്റെ വില എന്ത് ചെയ്യും, കൂടിയിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. അതാണ് റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. ദെൻ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, അത് ഓരോരുത്തരുടെയും സെൽഫായിട്ടുള്ള കാര്യമാണ്. ദെൻ നെക്സ്റ്റ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ എന്താണ്. ഇത് കർവ് സെക്ഷനിൽ നമ്മൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് വരും, കർവിൻ്റെ വീഡിയോസ് മാത്രമേ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോ ഓഫ് വാരിയബിൾ എന്താണ് എന്ന് നിങ്ങൾ എഴുതണം. വെൻ മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് വാരിയബിൾ ഇൻപുട്ട് കമ്പൈൻഡ് വിത്ത് ഫിക്സ്ഡ് ഇൻപുട്ട് MP വിൽ ഇൻക്രീസ് അറ്റ് എ സർട്ടൻ പോയിന്റ് ആഫ്റ്റർ ലെവൽ എ പ്രൊഡക്റ്റ് വിൽ ഫോൾ. അതായത് നമ്മൾ ഫാക്ടർ ഇൻപുട്ടുകൾ കൂടുതൽ യൂസ് ചെയ്യും തോറും നമ്മളെ മാർജിനൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ പ്രോഡക്റ്റ് അതുപോലെ ആവറേജ് പ്രോഡക്റ്റ് എല്ലാ പ്രൊഡക്റ്റുകളും അറ്റ് എ സർട്ടൻ പോയിന്റ് വരെ മാത്രമേ ഇൻക്രീസ് ആവുള്ളൂ. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ കണ്ടിന്യൂ ടു ഫോൾ. ഇല്ലാതാവാനും ഡിക്ലൈൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. 3 സ്റ്റേജസ് ഉണ്ട് ഇവിടെ. ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ, ഡിക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ, നെഗറ്റീവ് റിട്ടേൺ ടു സ്കെയിൽ. ദെൻ നിങ്ങൾ ആ ഒരു പിക്ചർ അവിടെ വരച്ച് വയ്ക്കണം. ഇൻക്രീസിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ്. ഇവിടെ ഇൻക്രീസിങ്, എല്ലാം ഇൻക്രീസിങ് ആണ്. ഇവിടെ ഡിക്രീസിങ് ആണ്, ഇവിടെ നെഗറ്റീവ് ആണ്. ഈ ഒരു പിക്ചർ വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷനിൽ കേട്ടോ. ദെൻ നെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടതാണ് ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരാറുണ്ട്. 2 മാർക്സിനും 4 മാർക്സിനും ആണിത് പോവാറ്. ഓക്കെ, അപ്പോൾ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ട്. ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആണ്. യൂണിഫോം പ്രൈസ് ആയിരിക്കും. പ്രൈസ് ടീക്കർ ആണ് ഫേമിനെ നമ്മൾ വിളിക്കുന്നത്. പിന്നെ പെർഫെക്റ്റ് നോളജ് അബൌട്ട് ദി മാർക്കറ്റ് കണ്ടീഷൻ, ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്, നോ സില്ലിംഗ് കോസ്റ്റ്, നോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. 4 മാർക്കിനൊക്കെ ചോദിച്ചാൽ പോയിന്റ് വൈസ് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. 2 മാർക്കിനും ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മതിയാവും കേട്ടോ. ദെൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻസ് പഠിക്കണം. 3 കണ്ടീഷൻസ് ആണുള്ളത്. പ്രൈസ് ഈക്വൽ ടു MCC ഈക്വൽ ടു MR. പ്രൈസ് ലൈനും മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂം ഈക്വൽ ആയിരിക്കണം. മാർജിനൽ കോസ്റ്റ് ഷുഡ് ബി നോൺ ഡിക്രീസിങ്, അതായത് കുറയാൻ പാടില്ല, ഇൻക്രീസിങ് ആയിരിക്കണം. ദെൻ പ്രൈസ് ലൈൻ എന്ന് പറയുന്നത് മിനിമം പോയിന്റ് ഓഫ് AVസിനെ ഈക്വലോ അതല്ലെങ്കിൽ എബവോ ആയിരിക്കണം. അപ്പോൾ ഇത് 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പിക്ചർ നമ്മൾ അറിയണം. അതായത് ഫസ്റ്റത്തെ എന്താ, P ഈക്വൽ ടു MCC ഈക്വൽ ടു MR. കണ്ട, ഇതാണ് ആ പോയിന്റ്, ഇതാണ് പ്രൈസ് ലൈന്. അതിൻ്റെ MCയും അതുപോലെ തന്നെ MRും ഈക്വൽ ആണ്. ദെൻ MC ഷുഡ് ഇൻക്രീസിങ്, ഇത് ഇൻക്രീസിങ് തന്നെയാണ്, കുറയുന്നില്ല. മൂന്നാമത്തത് പ്രൈസ് ലൈൻ എന്ന് പറയുന്നത് AVCയുടെ മിനിമം പോയിന്റിനേക്കാൾ എബവോ ഇതിൻ്റെ ഒപ്പമോ ആയിരിക്കണം. ഇങ്ങനെയും വരയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വരയ്ക്കാം, പ്രൈസ് ലൈൻ വരച്ച് SMC കർവ് വരച്ചിട്ട് ഇവിടെ നമുക്ക് AVC വരച്ചു കൊടുക്കാം. അതിൻ്റെ മിനിമം പോയിന്റ് ഇതിനെ ടച്ച് ചെയ്താൽ മാത്രം മതിയാവും. ഓക്കെ, അപ്പോൾ 3 പോയിന്റും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു 3 കണ്ടീഷനും ഈ ഒരു ഫിഗറും വരച്ചിരിക്കണം. ദെൻ പ്രൈസ് സീലിംഗ് എന്താണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. പ്രൈസ് സീലിംഗ് ഇത് ഒരു കഥ പോലെയാണ് പഠിക്കേണ്ടത്. മാർക്കറ്റ് പ്രൈസ് ഹൈ ആവുമ്പോൾ കോമൺ മാൻസിനെ ഡിഫിക്കൽട്ട് ടു പർച്ചേസ് ദി പ്രൊഡക്റ്റ് അല്ലേ. സാധാരണക്കാർക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അതായത് മാർക്കറ്റ് ഡിമാൻഡും സപ്ലൈയും നോക്കിയിട്ട് മാർക്കറ്റിലെ പ്രൈസ് ഇൻക്രീസ് ആകുമ്പോൾ സോ ദ ഗവൺമെൻറ് വിൽ ഇൻ്റർഫിയർ ഇൻ ദ മാർക്കറ്റ് ആൻഡ് ഫിക്സ് എ പ്രൈസ് ദാറ്റ് ബിലോ ദ മാർക്കറ്റ് പ്രൈസ്. അതായത് അപ്പോൾ മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞൊരു വില ഫിക്സ് ചെയ്യാനായിട്ട് ആര് വരികയാണ്, ഗവൺമെൻറ് വരികയാണ്. അപ്പോൾ എന്തായിരിക്കും, ആ ഒരു സിറ്റുവേഷനിൽ ഗവൺമെൻറ് പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരെയാണ്, കൺസ്യൂമേഴ്സിനാണ്. അപ്പോൾ ഇത് ചാർജ് ചെയ്യുക എസെൻഷ്യൽ പ്രോഡക്ട്സ് ലൈക്ക് റൈസ്, ഷുഗർ, വീറ്റ് എക്സെട്ര. സാധാരണ എസെൻഷ്യൽ പ്രൊഡക്ട്സിനൊക്കെ വില കൂടിയാലാണ് ഗവൺമെൻറ് ഇതുപോലെ ഇടപെടുള്ളൂ. അല്ലാതെ ലക്ഷറി പ്രോഡക്ട്സുകൾ, ഗോൾഡ്, കാറ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ വില കൂടി കഴിഞ്ഞാൽ ഗവൺമെൻറ് ഒന്നും ചെയ്യില്ല. കാരണം അത് എസെൻഷ്യൽ പ്രൊഡക്റ്റ് അല്ല. സോ എസെൻഷ്യൽ പ്രൊഡക്റ്റുകൾക്ക് വില കൂടിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് മാർക്കറ്റിൽ വന്ന് ഇടപെട്ടിട്ട് ഒരു ഫോൾ പ്രൈസ് ഫിക്സ് ചെയ്യും. അതിനെയാണ്
പ്രൈസ് സീലിംഗ് എന്ന് വിളിക്കുന്നത്. കൺസ്യൂമേഴ്സിനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇത് ഈ ബ്ലാക്ക് കളറിൽ കൊടുത്തതാണ് ഫസ്റ്റത്തെ മാർക്കറ്റ് ഡിറ്റർമിൻ, അതായത് സപ്ലൈയും ഡിമാൻഡും അനുസരിച്ചിട്ടുള്ള മാർക്കറ്റ് ഡിറ്റർമിൻ പ്രൈസ് ഇതായിരുന്നു. അങ്ങനെ ഈ പ്രൈസിൽ ജനങ്ങൾക്ക് വാങ്ങാൻ ബുദ്ധിമുട്ടായപ്പോൾ ഗവൺമെന്റ് വന്ന് ഒരു മാർക്കറ്റിൽ വന്ന് പ്രൈസ് കുറച്ചു. കണ്ടോ, ഈ ഓറഞ്ച് കളർ ഷീറ്റുള്ളതാണ് പ്രൈസ് സീലിംഗ്. ഓക്കെ, ഇതുപോലെ വരയ്ക്കാൻ അറിയണം. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് പ്രൈസ് ഫ്ലോർ. പ്രൈസ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് ലോ ആവുന്ന സമയത്ത് ഗവൺമെന്റ് ഫിക്സ് എ ഹൈ പ്രൈസ് ദാൻ ദ മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ ഇവിടെ ആരാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? പ്രൊഡ്യൂസേഴ്സിനാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. കാരണം എന്താണ്? ഇവിടെ പ്രൊഡ്യൂസേഴ്സിന് നഷ്ടമാണ് ഉണ്ടാവുക. നമ്മൾ വില കുറവിൽ സാധനങ്ങളൊക്കെ വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സിന് ലാഭമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ഗവൺമെൻറ്റിനോട് പറഞ്ഞ് ഗവൺമെൻറ് വന്നിട്ട് ഒരു എമൗണ്ട് കൂടുതൽ കാണിക്കും. കണ്ട, ഇവിടെ നിന്നുള്ളതിന് എമൗണ്ട് കൂടുതൽ കാണിക്കും. ഇത് കൂടുതലും ചാർജ് ചെയ്യുക പ്രോഡക്ട്സ് ലൈക്ക് കോക്കനട്ട്, പെപ്പർ, റബ്ബർ, അങ്ങനെ കുറച്ച് കൃഷിയുമായി ബന്ധപ്പെട്ട കുറച്ച് ഐറ്റംസിനാണ് ഗവൺമെൻറ്. ഇപ്പോൾ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിനാണ് ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് ഇങ്ങനെയുള്ള പ്രൈസ് ഫ്ലോറുകൾ ഏർപ്പെടുത്താം. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് പഠിക്കണം. എമർജൻസ് എന്ന് പറയുമ്പോൾ മാക്രോ എക്കണോമിക്സിൻ്റെ ആവിർഭാവം, എങ്ങനെയാണ് മാക്രോ എക്കണോമിക്സ് എന്ന സെപ്പറേറ്റ് ബ്രാഞ്ച് ഉണ്ടായത്. ഇവിടെ സെപ്പറേറ്റ് സബ്ജക്റ്റ് ആയിട്ട് വന്നത് 1930 കീനസ്, ജോൺ മെയ്നാർഡ് കീനസ്, അദ്ദേഹത്തിന് പറഞ്ഞ എക്കണോമിക്സിൻ്റെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് സെപ്പറേറ്റ് സ്റ്റഡി ആയത്. അതായത് നമുക്ക് 1929 ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായിരുന്നു. ആ ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഡിമാൻഡ് കുറഞ്ഞു, പ്രൊഡക്റ്റ് വില കൂടി, പെട്രോളിൻ്റെ വില കുറഞ്ഞു, പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ് ആയി. കുറേ രാജ്യങ്ങൾ അത് നല്ല രീതിയിൽ ബാധിച്ചു. ഡെവലപ്ഡ് കൺട്രീസ്, US-ലാണ് ഇത് ആദ്യം തുടങ്ങിയത്. US-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് യൂറോപ്യൻ എല്ലാ രാജ്യങ്ങളെയും ബാധിച്ച് എല്ലാ ഡെവലപ്ഡ് കൺട്രീസിനെയും ഈ ഗ്രേറ്റ് ഡിപ്രഷൻ ബാധിച്ചു, നല്ല രീതിയിൽ ബാധിച്ചു. അപ്പോൾ അന്നത്തെ തിങ്കേഴ്സിനെ നമ്മൾ ക്ലാസിക്കൽ തിങ്കേഴ്സ് എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ അവരുടെ ഒരു തിങ്കിങ് ശരിയല്ല എന്ന് 1936 ദ തിയറി ഓഫ് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് മണി എന്ന് പറഞ്ഞ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിരുന്നു JM കീനസ്. ആ JM കീനസിൻ്റെ ഈ ബുക്കിനാണ് ഈ ക്ലാസിക്കൽ തിയറി ട്രഡീഷൻ എല്ലാം മാറിയിട്ട് അദ്ദേഹം പറയുന്നത് പോലെ എല്ലാവരെയും എഫക്റ്റ് ചെയ്യും, എംപ്ലോയ്മെന്റ് ഇല്ലാത്തത് എല്ലാവരെയും എഫക്റ്റ് ചെയ്യും എന്നുള്ള എല്ലാം വന്നത് ആ ഒരു ബുക്കിലാണ്. ആ ബുക്കാണ് എന്തിനെ ഈ ഒരു ഡയറക്ഷനിലേക്ക് നമ്മൾ നയിച്ചത്. ഏത് ഡയറക്ഷനിലേക്ക്? മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഡയറക്ഷനിലേക്ക് നയിച്ചത്. അപ്പോൾ ഗ്രേറ്റ് ഡിപ്രഷൻ വന്നു, ക്ലാസിക്കൽ തിങ്കേഴ്സിൻ്റെ തിങ്കിങ് എല്ലാം തെറ്റായിരുന്നു. JM കീനസിൻ്റെ ഒരു ബുക്കിലൂടെയാണ് അത് പബ്ലിഷ് ചെയ്തത്. 1936 ആ ബുക്ക് ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് 1930 സബ്ജക്റ്റ് മാറ്റർ ആയ മാക്രോ എക്കണോമിക്സിൻ്റെ ആവിർഭാവം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം കേട്ടോ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ആണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ഇത് നമ്മൾ ഡയഗ്രാം സെക്ഷനിൽ നല്ല രീതിയിൽ പറയുന്നുണ്ട്, കർവ് സെക്ഷനിൽ. ഇതെന്താണെന്ന് നിങ്ങൾ എഴുതിയിരിക്കണം. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് വെച്ചാൽ ഇന്റർഡിപെൻഡൻസ് ബിറ്റ്വീൻ വാരിയസ് സെക്ടേഴ്സ് ഓഫ് എൻ ഇക്കോണമി. അതായത് ഒരു സെക്ടേഴ്സിൽ 4 സെക്ടേഴ്സ് ഉണ്ട്. ആ 4 സെക്ടേഴ്സിലെ പല സെക്ടറുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. അതായത് ഇൻകം, ഗുഡ്സ്, ഫാക്ടേഴ്സ്, എക്സ്ചേഞ്ചസ്, എങ്ങനെയാണ് ഇതൊക്കെ ഇവിടെ എക്സ്ചേഞ്ച് ആവുന്നത്, വരുമാനവും ഗുഡ്സുകളും ഫാക്ടേഴ്സ് എല്ലാം എങ്ങനെയാണ് ഇവിടെ എക്സ്ചേഞ്ച് ആവുന്നത് എന്നാണ് പറയുന്നത്. നമ്മുടെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിൽ 2 സെക്ടേഴ്സ് ഉള്ളൂ. അതാരൊക്കെയാണ്? ഹൗസ് ഹോൾഡും അതുപോലെ തന്നെ ഫേമും. അതുപോലെ തന്നെ എന്താണ്? ഫേം ഗുഡ്സ് ആൻഡ് സർവീസസ് വീട്ടുകാർക്ക് കൊടുക്കുമ്പോൾ അതിന് പകരം അവർ എക്സ്പെൻസസ് കൊടുക്കുന്നു. ഫാക്ടർ സർവീസസ് വീട്ടുകാർ ഫേമിന് കൊടുക്കുമ്പോൾ അവർക്ക് ഫാക്ടർ പേയ്മെന്റ് കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇതിനെ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് പഠിക്കണം. 2 മാർക്കറ്റ് ഉണ്ട്, പ്രൊഡക്റ്റ് മാർക്കറ്റ്, ഫാക്ടർ മാർക്കറ്റ്. 2 ഫ്ലോ ഉണ്ട്, റിയൽ ഫ്ലോ ഉണ്ട്, മണി ഫ്ലോ ഉണ്ട്. ഇത് നമ്മൾ കർവ് സെക്ഷനിൽ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കേട്ടോ. ദെൻ നമുക്ക് പിന്നീട് പഠിക്കാവുന്നതാണ് മെഷർമെന്റ് ഓഫ് നാഷണൽ ഇൻകം. 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അത്. ഇതിൽ ജസ്റ്റ് മിസ് 3 എഴുതിയിട്ടുള്ളൂ അതിന്റെ ഇക്വേഷനും. പക്ഷെ ഇത് ഇങ്ങനെ പഠിച്ചാൽ പോരാ, നമുക്കിത് 8 മാർക്കിലേക്ക് പഠിക്കണം. നമ്മളത് 8 മാർക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ.
ആ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. 3 മെത്തേഡാണുള്ളത്: വാല്യൂ ആഡഡ് മെത്തേഡ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ് ഒരു എക്സ്പെൻഡിച്ചർ മെത്തേഡ്. വാല്യൂ ആഡഡ് മെത്തേഡിൽ സിഗ്മ GVA ഗ്രോസ് വാല്യൂ ആഡഡ് I=1 up to n ആണ് ഇക്വേഷൻ. ഇൻകം മെത്തേഡിൽ റിട്ടേൺസ് ഓഫ് ഫാക്ടേഴ്സ്, അതായത് വേജസ്, നമ്മളെ ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ റിട്ടേൺസുകൾ നമ്മൾ ആഡ് ചെയ്യാം. വേജസ്, പ്രോഫിറ്റ്, റെൻറ്റ്, ഇൻട്രസ്റ്റ്. ദെൻ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നമ്മുടെ സെക്ടേഴ്സ് ഓഫ് എൻ ഇക്കോണമി ഉണ്ടല്ലോ, അവരുടെ എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ കൺസംഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, എക്സ്റ്റേണലിൽ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. ഓക്കെ. ദെൻ പിന്നീടാണ് GDP ഈസ് എ ഗുഡ് ഇൻഡിക്കേറ്റർ ഫോർ വെൽഫെയർ ഓർ നോട്ട്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും, GDPനെ നമുക്ക് വെൽഫെയറിൻ്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കും. അപ്പോൾ നമുക്കൊരു 4 പോയിന്റ് അവിടെ എഴുതണം. വി ക്യാൻ ട്രീറ്റഡ് GDP ആസ് ദ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നോ എന്ന് പറഞ്ഞിട്ട് വേണം എഴുതാനായിട്ട്. കാരണം 4 പോയിന്റ് എഴുതണം. ഒരു NB ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ഒന്നാമത്താണ് ഇനീക്വാളിറ്റി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. GDP ഇൻക്രീസ് ചെയ്യുമ്പോൾ വെൽഫെയർ ഇൻക്രീസ് ചെയ്യില്ല. കാരണം വെരി ഫ്യൂ പീപ്പിൾസിൻ്റെ കയ്യിലാണ് ഇത് കിടക്കുന്നത്. GDPയുടെ ഇൻകം ഓഫ് ദി കൺട്രി നോട്ട് റീച്ച് അറ്റ് പുവർ പീപ്പിൾ, അതായത് പുവർ പീപ്പിളിൻ്റെ കയ്യിൽ ഈ നമ്മുടെ ഇൻകം എത്തുന്നില്ല. അത് കുറച്ച്, അതുകൊണ്ട് തന്നെ ഒരു ഗുഡ് ഇൻഡെക്സ് ആയിട്ട് പറയില്ല. അതായത് ഇനീക്വാളിറ്റി ആണ് ഇൻകംസ് അവിടെ വരുന്നത്. സെക്കൻഡ് പോയിന്റ് ആണ് നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ GDP, അല്ലെ? മോണിറ്ററി ടേംസ് മാത്രമേ നമ്മൾ GDPയിൽ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. നോൺ മോണിറ്ററി ടേംസ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വുമൻസിൻ്റെ പെർഫോമൻസ്. നമുക്കറിയാം വീട്ടിലെല്ലാം നമ്മളെ പാരൻസ് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെ? അമ്മമാരുടെ ജോലിയൊന്നും എവിടെയും അത് മണി വാല്യൂവിൽ കൺവേർട്ട് ചെയ്ത് നമുക്കറിയാം. സാധാരണ ഒരു സെർവൻറ്റിന് വെച്ചാൽ നമുക്ക് ഡെയിലി ആൾക്ക് ഒരു 1000 അല്ലെങ്കിൽ 850 റുപ്പീസൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. ആ ജോലി സെർവൻറ്റിന് പകരം നമ്മുടെ അമ്മയാണ് ചെയ്യുന്നത്. പക്ഷെ അമ്മയുടെ ജോലി നമ്മൾ മോണിറ്ററിക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, മോണിറ്ററി ടേംസിലേക്ക് ഇല്ല. സോ നോൺ മോണിറ്ററി സർവീസസ്, ഡൊമസ്റ്റിക് സർവീസസ് ഓഫ് വുമൻസ് നോട്ട് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ GDP. അതുകൊണ്ട് തന്നെ GDP നല്ല ഇൻഡെക്സ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. ദെൻ നെക്സ്റ്റ് ആണ് എക്സ്റ്റേണാലിറ്റി. എക്സ്റ്റേണാലിറ്റി എന്ന് വെച്ചാൽ ഒരു ആക്ഷൻ്റെ കോൺസിക്വൻസസ് ആണ്. നമുക്ക് പല ഗുണങ്ങളും ഉണ്ടാവാം, ദോഷങ്ങളും ഉണ്ടാവാം. അപ്പോൾ ഈ എക്സ്റ്റേണാലിറ്റീസിനെ നമ്മൾ ഒരിക്കലും GDPയിൽ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് അതൊരു ഗുഡ് GDP ഇൻഡിക്കേറ്റർ അല്ല. ദെൻ നെക്സ്റ്റ് ആണ് GDP ആൻഡ് ഹാംഫുൾ ഗുഡ്സ്. GDP എന്ന് പറയുമ്പോൾ ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസർ ഇൻ ആൻ ഇക്കോണമി ഇൻ ആൻ ഇയർ ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് പീരീഡ്. അപ്പോൾ എല്ലാ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ ആരൊക്കെ പെടുന്നുണ്ട്? ഹാംഫുൾ ഗുഡ്സുകൾ, ആൽക്കഹോൾ, സിഗരറ്റ്, ഡ്രഗ്സ് ഒക്കെ ഇതിൽ പെടുന്നുണ്ട്. അപ്പോൾ അത് ഒരു പീപ്പിൾസിൻ്റെ ഹെൽത്തിന് നല്ലതല്ല. വെൽഫെയർ എന്ന് പറയുമ്പോൾ പീപ്പിളിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടുള്ള ഇൻഡിക്കേറ്റർ ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആൽക്കഹോളിൻ്റെയും സിഗരറ്റും ഡ്രഗ്സ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുമ്പോൾ GDP ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇൻ ദിസ് സെൻസ് നമുക്ക് വെൽഫെയർ ആയിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുമെന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനത്തെ സെൻസിൽ നമ്മൾ നോക്കുമ്പോൾ GDP ഒരു വെൽഫെയറിൻ്റെ ഇൻഡിക്കേറ്റർ അല്ല. അപ്പോൾ 4 പോയിന്റ് 4 മാർക്കിനാണ് വരാറ് കേട്ടോ. ദെൻ ഫങ്ഷൻസ് ഓഫ് RBI പഠിക്കണം. എന്താണ് ഫങ്ഷൻസ് ഓഫ് RBI? ഫങ്ഷൻസ് ഓഫ് RBIനെ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് എന്ന് നമ്മളോട് ചോദിക്കും. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് എന്ന് ചോദിച്ചാലും RBI എന്ന് ചോദിച്ചാലും സെയിം തന്നെയാണ്. ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് ആണ്, ബാങ്കർ ടു ദി ഗവൺമെൻറ് ആണ്, ഇഷ്യൂയിങ് കറൻസി, ദെൻ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, ദെൻ കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്, ബാങ്കേഴ്സ് ബാങ്ക് ഒക്കെ നമുക്ക് പറയാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് ആണ് ഫങ്ഷൻസ് ഓഫ് മണി. ഫങ്ഷൻസ് ഓഫ് മണി ഇമ്പോർട്ടൻ്റ് ആണ്. മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്, സ്റ്റോർ ചെയ്യാൻ സാധിക്കും, മെഷർമെൻറ്റ് ഓഫ് വാല്യൂ, ട്രാൻസ്ഫർ ഓഫ് വാല്യൂ, സ്റ്റാൻഡേർഡ് ഓഫ് ഡെഫേർഡ് പേയ്മെൻറ്റ് തുടങ്ങിയ എല്ലാ ഫങ്ഷൻസും നമുക്കിതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാം കേട്ടോ. ദെൻ ഇൻസ്ട്രുമെൻറ്റ് ഓർ പോളിസി ഓഫ് RBI ടു റെഗുലേറ്റ് മോണിറ്ററി സപ്ലൈ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ 8 മാർക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. 4 രീതിയിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓപ്പൺ മാർക്കറ്റ് കണ്ടീഷൻ, ബാങ്ക് റേറ്റ്, ചേഞ്ചസ് ഇൻ റിസർവ് റേഷ്യോസ്, സ്റ്റെറിലൈസേഷൻ ബൈ RBI. ഓപ്പൺ മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് പർച്ചേസസ് ചെയ്യാം, ഗവൺമെൻറ്റിൻ്റെ ബോണ്ടുകൾ സെല്ല് ചെയ്യുക, പർച്ചേസ് ചെയ്യാം. അത് ഇൻഫ്ലേഷൻ്റെ സമയത്തും ഡിഫ്ലേഷൻ്റെ സമയത്തും എക്സ്ചേഞ്ച് ചെയ്യാം. ബാങ്ക് റേറ്റ് എന്ന് പറയുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ബാങ്ക് റേറ്റ്. അത് കൂട്ടാം, കുറയ്ക്കാം. ചേഞ്ചസ് ഇൻ റിസർവ് റേഷ്യോസ്, CRR, SLR, CDR, RDR അതുകളെല്ലാം ചേഞ്ച് വരുത്താം. സ്റ്റെറിലൈസേഷൻ ബൈ RBIയുടെ ഒരു പ്രത്യേക ഫംഗ്ഷനാണ് സ്റ്റെറിലൈസേഷൻ. തുടങ്ങിയ എല്ലാ രീതിയിലും നമുക്ക് എന്ത് നടത്താം? ഓപ്പൺ ബാങ്കിലെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യാം. ദെൻ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്താണെന്ന് പഠിക്കണം. പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്ന് പറയുമ്പോൾ MPS, അതായത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്, അതായത് ആ ഒരു MPS ഇൻക്രീസ് ചെയ്യുമ്പോൾ
ടോട്ടൽ സേവിങ്സ് ഇൻക്രീസ് ചെയ്യില്ല. ഇറ്റ് മേ ബി ഡിക്രീസ് ഓർ റിമൈൻ കോൺസ്റ്റന്റ്. ടോട്ടൽ സേവിങ്സ് ഓഫ് എൻ ഇക്കോണമി മേ നോട്ട് ഇൻക്രീസസ്. ഇറ്റ് മേ ഡിക്രീസസ് ഓർ കോൺസ്റ്റന്റ്. ദിസ് ടെൻഡൻസി ഈസ് നോൺ ആസ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്. ഓക്കെ, അതത്ര മതി. ദെൻ ഗവൺമെൻറ്റിൻ്റെ 3 ഫങ്ഷൻസ്: ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ, സ്റ്റെബിലൈസേഷൻ ഫങ്ഷൻസ്, അലോക്കേറ്റീവ് ഫങ്ഷൻസ്. ഫിസ്ക്കൽ പോളിസി എന്താണെന്ന് പഠിക്കണം. ഇതൊക്കെ ചെറുതായിട്ട് ഷോർട്ടായിട്ടുള്ളൂ. നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് PDF യൂസ് ചെയ്തിട്ടോ ടെക്സ്റ്റ് വൈസോ പഠിക്കാം. ഫിസ്ക്കൽ പോളിസി എന്ന് പറയുമ്പോൾ ബിസിനസ് സൈക്കിൾ ഉണ്ട് അല്ലേ, ബൂം, റിസെഷൻ, റിക്കവറി, ഡിപ്രഷൻ അല്ലെ. ആ ബിസിനസ് സൈക്കിളുകൾ വരുമ്പോൾ ഇക്കണോമിനെ പിടിച്ചു നിർത്താനായിട്ട് നമ്മൾ ഗവൺമെൻറ് ഒരു സ്റ്റെബിലൈസ് ചെയ്യുന്ന പോളിസികളെയാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയാം. Stabilizing the economy by controlling business cycles. It may government policy may changes during inflation and deflation. ഇൻഫ്ലേഷൻ്റെയും ഡിഫ്ലേഷൻ്റെയും സമയത്താണ് കൂടുതൽ ഇതെടുക്കാറ്. ഓക്കെ. Then 3 linkages in international trade. Product market linkage, financial linkage, factor market. പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഗുഡ്സുകളാണ് വിൽക്കുന്നത്. ഫിനാൻഷ്യൽ എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ അസറ്റുകളാണ് കൊടുക്കുന്നത്. ഫാക്ടർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ലേബർ മാർക്കറ്റ് എന്ന് കൂടി നമുക്ക് വിളിക്കാം. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നത്. നമ്മൾ ഗൾഫിലൊക്കെ ആൾക്കാർ ജോലി ചെയ്യുന്നത് ലേബർ മാർക്കറ്റ് പ്രകാരമാണ്. അസറ്റുകൾ പോയി വിൽക്കുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ് പ്രകാരമാണ്. പ്രൊഡക്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നത്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് പ്രൊഡക്റ്റ് മാർക്കറ്റാണ്. ഇതെല്ലാം മിസ് ഇപ്പോൾ ഇതിൽ പറഞ്ഞ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 2-3 മാർക്സിനും 5 മാർക്സിനും 8 മാർക്സിനും എല്ലാം ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. ഓൾ ചാപ്റ്റേഴ്സ് ഫ്രം മൈക്രോ ആൻഡ് മാക്രോ. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാദ്യം പഠിച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഒരു 10-40-50 മാർക്കോളം ഇവിടെ നിന്നായി. ഇനി നമുക്ക് 8 മാർക്കിൻ്റെ സെപ്പറേറ്റ് പഠിക്കാം. അതെന്തിനാണ്? 16 മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് പ്രോബ്ലംസ് പഠിക്കാം. അതെന്തിനാ? പ്രോബ്ലംസുമായി ബന്ധപ്പെട്ട് 10-20 മാർക്ക് നമുക്ക് പ്രോബ്ലംസ് വരാം. പ്രോബ്ലംസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 20 മാർക്ക് പ്രോബ്ലംസിൻ്റെ സെക്ഷനിൽ നിന്ന്, 16 മാർക്ക് essay 8 മാർക്ക് ക്വസ്റ്റ്യനിൽ നിന്ന്, ദെൻ ഇപ്പം ഈ പറഞ്ഞ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ഒരു 40 മാർക്ക് നമുക്ക് എങ്ങനെ അറിയാം. ഓക്കെ, അപ്പോൾ എങ്ങനെയും നമുക്കിതിൽ 1 വേർഡുകളൊക്കെ പെട്ടുട്ടെ. 40 മാർക്കിൽ 1 മാർക്ക്, 2 മാർക്ക്, 3 മാർക്ക്, 5 മാർക്കുകൾ പെട്ടു. അപ്പോൾ എങ്ങനെയും നമുക്കിപ്പോൾ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി നോക്കാം. 80 മാർക്സിൻ്റെ അടുത്തേക്ക് എത്തി പ്രോബ്ലംസ്. ദെൻ കർവുകൾ സെപ്പറേറ്റ് പഠിക്കുന്നത് നമുക്ക് ഇതിൽക്കൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. കർവുകൾ സെപ്പറേറ്റ് പഠിക്കുമ്പോൾ essay ക്വസ്റ്റ്യനിലേക്കും ഷോർട്ടിലേക്കും അതുപോലെ പ്രോബ്ലത്തിലേക്കും വരെ കർവുകൾ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.